ജനുവരി 16 റിലീസാകുന്ന ചിത്രമാണ് പ്രാവൻകൂട് ഷാപ്പ്. സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ്, ബേസിൽ ജോസഫ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ചിത്രം രചന നിർവഹിച്ച് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീരാജ് ശ്രീനിവാസനാണ്. അൻവർ റഷീദാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ജനുവരി 16 തന്നെ റിലീസാകുന്ന മറ്റൊരു ചിത്രമാണ് നാരായണീൻ്റെ മൂന്നാൺമക്കൾ. ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ശരൺ വേണുഗോപാലാണ് ഈ ചിത്രം രചന നിർവഹിച്ച് സംവിധാനം ചെയ്തിരിക്കുന്നത്. ജോബി ജോർജ് തടത്തിലാണ് ഇതിൻ്റെ നിർമ്മാതാവ്. ജനുവരി 23 റിലീസാകുന്ന ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടി ഫിലിം കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടിയാണ്. മമ്മൂട്ടി, ഗോകുൽ സുരേഷ്, ലെന എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ജനുവരി 23 തന്നെ റിലീസാകുന്ന മറ്റൊരു ചിത്രമാണ് ആ. ദിലീഷ് പോത്തൻ, ജാഫർ ഇടുക്കി എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. തോമസ് സെബാസ്റ്റ്യനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ജനുവരി 23 തന്നെ റിലീസാകുന്ന മറ്റൊരു ചിത്രമാണ് അൻപോട് കൺമണി. അർജുൻ അശോകൻ, അനഘ നാരായണൻ, അൽത്താഫ് സലീം എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വിജു തോമസാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ജനുവരി 30 റിലീസാകുന്ന ചിത്രമാണ് തുടരും. തരുൺ മൂർത്തി സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൽ മോഹൻലാലും ശോഭനയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ രഞ്ജിത്താണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ജനുവരി 31 റിലീസാകുന്ന ചിത്രമാണ് ദാവീദ്. ആൻ്റണി വർഗീസ്, വിജയരാഘവൻ, അജു വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് വിഷ്ണുവാണ്. ജനുവരി 31 തന്നെ റിലീസ് ചെയ്യുന്ന മറ്റൊരു ചിത്രമാണ് പറന്ന് പറന്ന് ചെല്ലാൻ. ജിഷ്ണു ഹരീന്ദ്ര സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണി ലാലു എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി രംഗത്തെത്തുന്നത്. ഈ 8 ചിത്രങ്ങളാണ് ജനുവരി 16 മുതൽ 31 വരെ റിലീസിങ്ങിനായി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ എല്ലാ ചിത്രങ്ങളും തിയേറ്ററിൽ എത്തുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് അപേക്ഷിക്കുന്നു.